1,00,000 കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി. കേരളം വിറങ്ങലിച്ച മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള പുനരധിവാസത്തിലേക്ക് കടക്കുകയാണ്. ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കും. 175 വീടുകൾ കൈമാറാനും 178 പേർക്ക് പട്ടയങ്ങൾ നൽകാനുമാണ് തീരുമാനം. അതേസമയം ദുരന്തബാധിതർക്ക് KPCC പ്രഖ്യാപിച്ച വീടുകൾ 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ഈ മാസം 26-ന് തറക്കല്ലിടുമെന്നും KPCC അധ്യക്ഷൻ അറിയിച്ചു. മരണത്തെ മുഖാമുഖം കണ്ട ജനതയാണ്, അവരുടെ അതിജീവനമാണ് പ്രധാനം. അതുകൊണ്ട് ഈ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന ചിലരുടെ പ്രചാരണം തള്ളിക്കളയാം. നമ്മൾ നേരെ വയനാട്ടിലെ ടൗൺഷിപ്പിലേക്കാണ് പോകുന്നത്. കാളിദാസൻ ദേവദത്തം ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. കാളിദാസൻ, സർക്കാരിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ട ഉദ്ഘാടനം സംബന്ധിച്ച് കോൺഗ്രസ് അവർ നിർമ്മിച്ചു നൽകുന്ന വീടുകളെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അവിടുത്തെ ജനത എങ്ങനെ ഈ പ്രഖ്യാപനങ്ങളെ കാണുന്നു? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ഉമേഷ്, ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം, ആ കൂട്ടം ആളുകളുടെ അവർ ഏറെക്കാലമായി കണ്ടിരുന്ന ആ സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ആ വീടുകളുടെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം എന്നാണെന്നുള്ളത് തീയതി അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു തീയതി അറിഞ്ഞതോടുകൂടി 25-ാം തീയതിയാണ് താക്കോൽ കൈമാറ്റം നടത്തുന്നത്. അതിനെ സംബന്ധിച്ച് നാളെ ഇവിടെ മേപ്പാടിയിൽ ഇതിനെ സംബന്ധിച്ച് മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. 178 പേർക്കാണ് അല്ലെങ്കിൽ 178 വീടുകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ദുരന്തബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവർ ഏറെ സന്തോഷത്തിലാണ്. വിജയേട്ടാ, സന്തോഷത്തിലാണ്. നാളെ നറുക്കെടുപ്പ് നടക്കുകയാണ്. 178 ആദ്യ ഫേസിൽ വരുന്ന 178 പേരുടെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ആ നറുക്കെടുപ്പിൽ ഞാനും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അത് 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് കാണുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് പല തരത്തിലുള്ള സഹായങ്ങളാണ്. അതായത് അടിയന്തര സഹായമായിട്ട് സഹായിച്ചിട്ടുണ്ട്, ചികിത്സാ സഹായമുണ്ട്, അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെട്ടവരുടെ ഭൂമി തിരിച്ചെടുത്ത് അതിൽ കൃഷി ചെയ്യാനുള്ള സംവിധാനം 3,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ മൈക്രോ പ്ലാൻ, ഓരോരുത്തർക്കും സംരംഭങ്ങൾ തുടങ്ങി ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാർ. നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം 300 രൂപ വീതം സർക്കാർ തരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 16 മാസത്തോളം 14 മാസമായി. 14 മാസത്തോളം കിട്ടി. ഇനി ബാക്കിയും കൂടി 6 മാസത്തേക്കും കൂടി 4 മാസത്തേക്കും കൂടിയുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഇത്ര കാലമായപ്പോഴും ഈ ഒരു വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിരുന്നു എന്നത് തന്നെയാണല്ലേ? അതെ, ഞങ്ങൾക്ക് എന്തിനെങ്കിലും വേണ്ടി അലയേണ്ടി വന്നിട്ടില്ല. ചികിത്സയാണെങ്കിലും ശരി. ഇനിയിപ്പം സർക്കാർ അവിടുന്ന് ക്യാമ്പിൽ നിന്ന് മാറ്റിയ ഉടനെ എല്ലാവരെയും വാടക വീടുകളിലേക്കാണ് അയച്ചത്. വാടക കൃത്യമായിട്ട് തരുന്നു എല്ലാ മാസവും. 1-ാം തീയതിയോ അല്ലെങ്കിൽ 2-ാം തീയതിയോ, പരമാവധി പോയാൽ 5-ാം തീയതിക്കുള്ളിൽ വാടകയും അതുപോലെ തന്നെ ഉപജീവന മാർഗമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതാണ് എല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നു കേട്ടോ. അത് മാർച്ച് 27-നാണ് ഈ ഒരു ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിട്ടത്. അതിനുശേഷം 1 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ വീടുകളിലേക്ക് എത്തുന്നു അല്ലേ? അതെ, അത് വളരെ അത്ഭുതകരമായിട്ടാണ് ഈ വീടിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇതിൽ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ മിഞ്ഞാന്ന് വരെ മഴയായിരുന്നു. എന്നാലും ഇത്രയും വീടുകൾ ഇത്രയും പെട്ടെന്ന് പണിയിടുന്നത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ്. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാവരും ആയാലും ഈ ചൂരൽമലയും മുണ്ടക്കായ് നിവാസികളെ ചേർത്ത് പിടിച്ചിട്ടുള്ളൊരു ഇതാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 7 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് ഒരുങ്ങുന്നത്. ലോകോത്തര നിലവാരത്തിലാണ് ഒരുങ്ങുന്നത്. അതിൻ്റെ മേലെ സോളാറുണ്ട്, എല്ലാ ഫർണിച്ചറുകളും എല്ലാം അടങ്ങിയതാണ് നമുക്ക് തരാൻ പോകുന്നത്. അതെ, അത്രയും മികച്ച രീതിയിൽ പണി കഴിപ്പിച്ച വീടുകൾ തന്നെയാണ് ലഭിക്കുന്നതെന്നും കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഈ ഒരു 25-ന് ഇതിന്റെ താക്കോൽ കൈമാറ്റം അടക്കം നടക്കുന്നത്. 2-ാം ഘട്ടത്തിലേക്ക്, അതായത് ബാക്കിയുള്ളവർ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. മഴക്കാലം വരുന്നതിന് മുമ്പേ തന്നെ ആ വീടുകളും കൂടി പൂർത്തിയാകുമെന്നുള്ളതും കൂടിയാണ്. ചേട്ടാ, 2-ാം ഘട്ടത്തിലേക്കാണ് ചേട്ടന്റെ വീടുകളൊക്കെ ഉള്ളത്. എന്തായാലും അതിവേഗം തന്നെ ഇവരുടെ 25-ന് താക്കോൽ കൈമാറുകയാണ്. മറ്റേതും അധികം താമസിക്കാതെ തന്നെ കിട്ടും. മെയ് മാസം ആകുമ്പോൾ കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ സിസ്റ്റം നന്ദി പറയാണ്. കാരണം എന്താ പറയുക, ഞാൻ ഈ ഉരുള് പൊട്ടിയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും ഈ ഉരുള് പൊട്ടിയ സ്ഥലത്തേക്ക് മുണ്ടക്കൈക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. ഒറ്റ വാക്ക് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ വേർതിരിക്കരുത്. ഞങ്ങളൊരു അച്ഛൻ്റെയും അമ്മയും
മക്കളെ പോലെ ജീവിച്ചിരുന്ന ഈ നാട്ടിൽ വ്യത്യസ്തമായിട്ട് കൂടപ്പറപ്പുകൾ പോലെ ഒരുമിച്ച് ജീവിച്ച ആളുകളാണ്. ഞങ്ങളെ വേർതിരിക്കരുതെന്ന്. ഇപ്പം ഞാനിവിടെ വന്ന് നിങ്ങൾ നോക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഒന്ന് നോക്കിയേ, ചെറിയൊരു ഞങ്ങളെ നാട്ടിൽ മധുരം ഉണ്ടായിരുന്നില്ല, ഏറ്റവും വലിയ മധുരം ഉണ്ടായിരുന്നു. ഇവിടെ ചെറിയ മധുരമാണെങ്കിലും അങ്ങോട്ട് കൈ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അടുപ്പിച്ച വീടുകൾ, എത്ര വലിയ സന്തോഷമാണ്. ഞങ്ങൾ അതേപോലെ ഒരുമിച്ച് കൂട്ടിയില്ലേ. അതെ, വീണ്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ്. അതും നല്ല ഒരു തുറസായ കണ്ണായ സ്ഥലം എന്ന് പറയാം അല്ലേ. നമ്മുടെ പ്രദേശവാസിയുണ്ട്, ഇവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ പ്രദേശവാസിയുണ്ട്. പ്രദേശവാസിയുടെ പ്രതികരണം എങ്ങനാ? എല്ലാവരും വരുന്നു. 25-ന് ആദ്യഘട്ട താക്കോൽ കൈമാറുവാണ്. അതിനുശേഷം മഴക്കാലം കഴിയുന്നതിന് മുമ്പേ ബാക്കിയുള്ളവർക്കും എത്രയും പെട്ടെന്ന് വീട് പേർക്ക് കൊടുക്കാൻ കാണിച്ച സർക്കാരിനോട് വളരെയധികം നന്ദി പറയാണ്. ഞാൻ ഈ പ്രദേശവാസി എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നു. ഗതാഗതം, അതുപോലെ തന്നെ അടിസ്ഥാന വെള്ളം, അതിനൊക്കെ കറണ്ടിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഒരു പൂട്ടി കിടന്നൊരു എസ്റ്റേറ്റ് ആയിരുന്നു. അറിയാലോ, അവിടെ എല്ലാ ചാനലിലും വന്നിട്ട് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളെ വിഷയമൊക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്ത് പോരാം. പക്ഷെ ഇവർക്കിത് കൈമാറുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഒരു പുതുജീവൻ വരികയാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അടിസ്ഥാന സൗകര്യം വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഉണ്ടായ ദുരന്തം കഴിഞ്ഞിട്ട് വർഷം 2 ആവുന്നുള്ളൂ. അപ്പോൾ അവർക്കൊരു വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് അതിവേഗം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതിന്റെ ഒരു ഫലം കൂടിയാണ് ഈ കാണുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ഇവരെല്ലാവരും ഹാപ്പിയാണ്. ആദ്യഘട്ടത്തിൽ വീടുകൾ കിട്ടുന്നവർ അതിലേറെ ഹാപ്പിയാണ്. 2ാം ഘട്ടത്തിലേക്കുള്ള ചേട്ടനും വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. നാളെ ഇതിനെ സംബന്ധിച്ചുള്ള നറുക്കെടുപ്പ് നടക്കുകയാണ്. കളക്ടറുടെയും മന്ത്രി OR കേളുവിന്റെയും നേതൃത്വത്തിൽ ഈ നറുക്കെടുപ്പ് 178 വീടുകൾ അടക്കമുള്ള കൈമാറ്റത്തിലേക്കുള്ള ആ നറുക്കെടുപ്പ് ചടങ്ങും കഴിഞ്ഞാൽ 25-ാം തീയതി മുഖ്യമന്ത്രി ഈ ആദ്യഘട്ട വീടുകളുടെ താക്കോൽ കൈമാറ്റവും നിർവഹിക്കും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.